കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റിയിൽ മൂന്നാമത്തെ ദിവസവും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,865 സോ 24,000 ലെവല് ബ്രേക്ക് ചെയ്യാൻ അറ്റംപ്റ്റ് ഉണ്ടായെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 24,035 ലെവൽ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബിലോ 24,000 ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. സോ ഓയിൽ ഇന്ത്യയിൽ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തു. ഓൾമോസ്റ്റ് ടാർഗറ്റ് വരെ പോയിട്ടുണ്ട്. 419 ആയിരുന്നു ടാർഗറ്റ്. സോ ഇന്ന് ഹൈ പോയത് 418.30. 415 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓയിൽ ഇന്ത്യ. മറ്റ് സ്റ്റോക്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. മറ്റ് സ്റ്റോക്കുകൾ പറഞ്ഞത് LICIയിൽ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തു. ബട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. 437 വരെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഹൈ പോയത് 436.25 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്ക്, റാംകോ സിമെന്റ്, സൈഡസ് ലൈഫ്. സോ ഈ മൂന്നിലും നമുക്ക് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ലായിരുന്നു. നാളത്തെ സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം. സോ ഈ ഒരു സ്റ്റോക്കിന്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. LTP ഈസ് ഗ്രേറ്റർ ദാൻ R1. ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ്. ടേൺ അറൌണ്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ്. മൊമെന്റം സ്കോർ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് മൊമെന്റം ആണ്. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് 1 month and 1 week. PEG റേഷ്യോ ലോ ആണ്. എഫക്റ്റീവ്ലി യൂസിങ് ഇറ്റ്സ് ക്യാപിറ്റൽ ടു ജനറേറ്റ് പ്രോഫിറ്റ്. ROC, ROE രണ്ടും ഇംപ്രൂവ് ആവുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് കമ്പനിയുടെ ഇൻക്രീസ് ആവുന്നുണ്ട്. കമ്പനിയുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ്സ് ഇത് രണ്ടും ഇൻക്രീസ് ആവുന്നുണ്ട് ഫോർ ദ പാസ്റ്റ് 4 quarter. പാസ്റ്റ് 4 quarter മീൻസ് 1 year. പാസ്റ്റ് 1 year ആയിട്ട് കമ്പനിയുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ്സ് രണ്ടും ഇൻക്രീസ് ആവുന്നുണ്ട്. സീറോ പ്രൊമോട്ടർ പ്ലഡ്ജ് ഉള്ള ഒരു കമ്പനിയാണ്. RSI indicating price strength. Stock near 52 week with significant volume. So almost 1 year high break ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഈ ഒരു സ്റ്റോക്ക്. സോ ക്ലിയർലി ഒരു സ്ട്രോങ് മൊമെന്റം ഉള്ള സ്റ്റോക്കാണിത്. സോ ഇതിന്റെ DVM സ്കോർ നോക്കാം. DVM സ്കോറിൽ 45 ആണ്. മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷനും ഒരു മീഡിയം വാല്യുവേഷൻ ആണ്. മൊമെന്റം ക്ലിയർലി ബുള്ളിഷ്. സോ ഈ സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം നമുക്ക്. സോ ഇതിന്റെ പേര് L&T ഫൈനാൻസ് ആണ്. സോ L&T ഫൈനാൻസ് കറന്റ് മാർക്കറ്റ് പ്രൈസ് 310.7. ഹ്യൂജ് വോളിയം ആയിരുന്നു. 11.6 million വോളിയം L&T ഫൈനാൻസിന് ഉണ്ടായിട്ടുണ്ട് ഈ ആഴ്ച. ഹൈ വോളിയം ദിസ് വീക്ക്. സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. സിമ്പിൾ വരുന്നത് LTF എന്നാണ്. L&T ഫൈനാൻസ്. സ്ട്രോങ് ക്യാൻഡിൽ ഫോർമേഷൻ വിത്ത് വോളിയം. സോ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് LTF. സിംഗിൾ ടാർഗറ്റ് 325 ആയിരിക്കും ടാർഗറ്റ്. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 297 ആയിരിക്കും ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസ്. സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സ് ആദ്യം ഡൽഹി വെറി ആണ്. ഡൽഹി വെറി ലിമിറ്റഡ് 15 minutes ചാർട്ട്. ഡൽഹി വെറി ആസ് ഓഫ് നൗ ഈ ഒരു ചാനൽ പാറ്റേണിലാണ് മൂവ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ടൈംസ് ചാനൽ ടോപ്പ് ആൻഡ് ചാനൽ ബോട്ടം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം. സോ 475.1 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈയിങ് എൻട്രി. ടാർഗറ്റ് 4 points, 4 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 469 ആണ്. 469 ബ്രേക്ക് ചെയ്താൽ 465 ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ് അടുത്ത്. ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്. സോ ഹിന്ദുസ്ഥാൻ സിങ്കിൽ 536. സോ ഇന്നത്തെ വോളിയം നോക്കുകയാണെങ്കിൽ ഓവറോൾ സ്ട്രോങ് വോളിയം ആയിരുന്നു ഹിന്ദുസ്ഥാൻ സിങ്കിൽ. സോ ക്ലിയർലി ഒരു ബൈയിങ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ 536 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. 536.2 5 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഇൻ കേസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ 529 ആയിരിക്കും ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ. 529 ബ്രേക്ക് ചെയ്ത 524 ആയിരിക്കും ടാർഗറ്റ് ഹിന്ദുസ്ഥാൻ സിങ്കിൽ. LIC ഹൗസിംഗ് ഫിനാൻസ്. LIC ഹൗസിംഗ് ഫിനാൻസിലും സ്ട്രോങ് മൊമെന്റം ആയിരുന്നു. സോ ആസ് ഓഫ് നൗ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ 1 2 3 4 ഓൾമോസ്റ്റ് 4 times. സോ 566 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈയിങ് എൻട്രി. 566 ബ്രേക്ക് ചെയ്താൽ 571 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് ലെവൽ 558 ആണ്. 558 ബ്രേക്ക് ചെയ്താൽ 553 വരെയായിരിക്കും ടാർഗറ്റ് LIC ഹൗസിംഗ് ഫിനാൻസിൽ.
നെക്സ്റ്റ് വൺ ഈസ് ഗ്രാനൂൾസ്. ഗ്രാനൂൾസ് ഇന്ത്യയിൽ ഇന്ന് സ്ട്രോങ് മൊമെന്റം ആയിരുന്നു. സോ ഗ്രാനൂൾസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ലെവലായിരുന്നു. സോ 818 ബ്രേക്ക് ചെയ്ത ഫർദർ മൂവ് പ്രതീക്ഷിക്കാവുന്നതാണ്. 7 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് 797 ലെവലായിരിക്കും. 797 ബ്രേക്ക് ചെയ്ത് 790 വരെ ടാർഗറ്റ് ആയിരിക്കും ഗ്രാനൂൾസ്. So intraday pick last one is Premier Energy. Premier Energy Limited. Premier Energy Limited. So Premier Energy 1056 ആണ് ബ്രേക്കൗട്ട് ലെവൽ. 1056 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും പ്രീമിയർ എനർജീസിലെ. ഷോർട്ടിംഗ് ലെവൽ 1040 ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 10 പോയിന്റ്സിന്റെ തന്നെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രീമിയർ എനർജി. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.